വയർ നിറയാതെ പട്ടിണി നീറ്റിയ ദുരിതങ്ങൾ നിറഞ്ഞൊരു കാലം. ധനമില്ലാതലഞ്ഞൊരു മനുഷ്യന്റെ മിഴിനീര ചരിത്രങ്ങൾ നനച്ചൊരു കൂട്ടർ. ബേപ്പൂർ എന്ന രാജ്യത്തിലെ സുൽത്താനായി ജനിച്ചു. ദരിദ്രന്റെ മിഴിനീരാൽ കാരൽ നനഞ്ഞലിഞ്ഞു. മനുഷ്യന്റെ മനസ്സിന്റെ മാതിൽ കെട്ടിലൊളിച്ചു. മനസ്സിന്റെ തുടി താളം ശ്രേവിച്ചങ്ങു ചിരിച്ചു. ബഷീർ എന്നു പേരുള്ളൊരു സുൽത്താൻ എന്നാകിലും വയർ നിറയാതലഞ്ഞ യാചകൻ. ബഷീർ എന്നു പേരുള്ളൊരു സുൽത്താൻ എന്നാകിലും വയർ നിറയാതലഞ്ഞ യാചകൻ. പാത്തുമ്മയ്ക്കുള്ളൊരാടിന്റെ കഥ ഇന്നു ശ്രമിക്കിൽ. കഥനം നിറഞ്ഞു നിന്ന കാലത്തെ നാം നിനക്കിൽ. കഥിക്കലിൻ കഥ തീർന്നു കൂട്ടരെ നമുക്കിന്നു കഥിക്കലിൻ മധുരിമ രുചിച്ചിടാം. കാശുന്നാത്തി പൂണ്ടയുമ്മ കൂടെ കുറെ ജന്തുക്കൾ. കഥയുടെ ഗതി നീട്ടും ആജവർഗ സുന്ദരി. കരളിന്റെ അറയിലേക്കറിയാതെ ഒഴുകുമി കഥയിലിറങ്ങി നമുക്കാറാടാം. കരളിന്റെ അറയിലേക്കറിയാതെ ഒഴുകുമി കഥയിലിറങ്ങി നമുക്കാറാടാം. कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते. उत्तिष्ठ नरशार्दूल कर्तव्यं दैवमान्वितम्. उत्तिष्ठोत्तिष्ठ गोविन्द उत्तिष्ठ गरुडध्वज. उत्तिष्ठ कमलाकान्त त्रैलोक्यं मङ्गलं कुरु. उत्तिष्ठोत्तिष्ठ गोविन्द. അവിടെ എന്താണ് പേപ്പർ കീറുന്ന സൗണ്ട് കേൾക്കുന്നത്? ആരാണ് അവിടെ? ഏയ് ആടെ അജസുന്ദരി ഭവതി, എൻ്റെ പുതപ്പ് നീ തിന്നരുത്. ഇതിന് 100 രൂപ വിലയാണ്. എൻ്റെ പുസ്തകങ്ങൾ വേണമെങ്കിൽ, എൻ്റെ കോപ്പികൾ വേണമെങ്കിൽ ഞാൻ ഈ വരുത്തിത്തരാം നിനക്ക്. ആവശ്യം പോലെ തിന്നോ കേട്ടോ. പോയിക്കോ, വെളിയിൽ പോ. ആരുടേതാണ് ഈ ആട്? അത് നമ്മുടെ പാത്തുമ്മയുടെ ആടാ. ആ, വെറുതെ അല്ല ഇത്ര സ്വാതന്ത്ര്യം. പാത്തുമ്മയുടെ അല്ലേ ആട്? വല്ലോരും എന്റെ ആടിന് കഞ്ഞോളം കൊടുത്തോ? ഇവിടെ ഒരു 100 കൂട്ടം പണിയാ. അപ്പഴാ അവളുടെ ഒരു ആട്. പാത്തുമ്മ, എന്താ വല്ലിക്കാക്ക? നിന്റെ ആട് എൻ്റെ ബാല്യകാല സഖിയും ശബ്ദങ്ങളും ഒക്കെ തിന്ന് വയറ് നിറഞ്ഞു നിൽക്കുക. എന്റെ ആടങ്ങനെ ചെയ്യത്തില്ല.
വീട്ടിലെ വിശേഷങ്ങളൊക്കെ എന്തുവാ? അങ്ങനെ വിശേഷങ്ങളൊക്കെ എനിക്കറിയാം. എന്റെ ആടൊന്ന് പെരട്ടെ, അന്നേരം കാണാലോ. ഉമ്മ, നിങ്ങളിത് കണ്ടില്ലേ? വലിയ കാക്ക ഇതിനൊക്കെ അനുവദിക്കുന്നല്ലോ. കോഴി, പട്ടി, പൂച്ച, ആട്, പിള്ളാര്, ആടിനെ തീറ്റിപ്പോട്ടാൻ കണ്ട സ്ഥലം. ഇന്ന് ഞാൻ എല്ലാത്തിനും പാകമാക്കും. ഉമ്മ, ആ വടിയും തെറ്റാടിയും ഇങ്ങെടുത്തോണ്ട് വാ. ഖദീജ, നമ്മുടെ ആടിനെ വിളി. നമുക്ക് ഈ വീട്ടിൽ ഒരു അവകാശം ഇല്ലെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. വാ, നമുക്ക് പോകാം. പൊന്നുമ്മ, ഞങ്ങള് പോണു. എനിക്കും ഈ വീട്ടിൽ എന്തെങ്കിലും അവകാശമുണ്ടെന്ന് ഞാനും ഒന്ന് നോക്കട്ടെ. ഹനീഫാക്കായെയും പിള്ളാരെയും കെട്ടിയോളെ ഞാനിന്ന് കുടിയിറക്കും. ഈ വീട്ടിൽ നിന്റെ ഒച്ച കേട്ടുപോകരുത്. എല്ലാം ഞാൻ തകർത്ത് കളയും. നൂല് പോലെ ഇരിക്കുന്നു അവൻ്റെ ഒരു തൊള്ള. എടാ അബു, ഹനീഫായും കുടുംബവും എവിടെ പോയി താമസിക്കും? ഹനീഫാക്കാക്ക് എസ്റ്റേറ്റ് ഉണ്ടെന്നല്ലേ പറയുന്നത്. അവിടെ ഒരു വീട് വെച്ച് താമസിക്കട്ടെ. അതിന് അവൻ്റെ കയ്യിൽ പൈസ ഇല്ലെന്നല്ലേ പറയുന്നത്? ഹനീഫാക്കാക്ക് മഹാ അർക്കീസാണ്, ഒരുപാട് രൂപയുമുണ്ട്. ഓടാ. വല്ലിക്കാക്ക, ആരും അറിയണ്ട. ആനവും അറിഞ്ഞ വഴക്കിടും. ഇനി എനിക്ക് രൂപയെ വല്ലിക്കാക്ക ഒന്നും തരണ്ട. ഖദീജയ്ക്ക് 2 കമ്മല് പണിയിച്ചു കൊടുത്താൽ മതി. ഹനീഫായും അറിയണ്ട, കൊച്ചിക്കായും അറിയണ്ട, അബുവും അറിയണ്ട, ഉമ്മായും അറിയണ്ട. കമ്മല് വെള്ളിയുടേതോ പൊന്നിൻ്റെതോ? പൊന്നിൻ്റെത് വേണം. വല്ലിക്കാക്ക ആരോടെങ്കിലും പറയുമോ? ഏയ്, പരമ രഹസ്യമായിട്ട് വയ്ക്കും. കമ്മൽ ഉടനെ വേണം. നോക്കട്ടെ.